മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയുമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവനെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവൻ്റെ മാഹാത്മ്യം അളവറ്റതാണ്.